നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മരണത്തിനു ശേഷം നാളെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഈ ഒരു സമയം നമ്മൾ ചെലവഴിച്ചതിന് ഉപകാരമുണ്ടാകും. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസുകളാണ്, ആയത്തുകളാണ്. ഒരുപാട് സന്ദർഭത്തിൽ ഒരുപാട് ഖുതുബകളിലൂടെയും വിദ്യാർത്ഥി സംഗമത്തിലൂടെയും അതേ രൂപത്തിലുള്ള CRE ക്ലാസുകളിലൂടെയും അങ്ങനെ തുടങ്ങി ഏതേത് വിദ്യാർത്ഥി ഏതേത് പരിപാടികളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്, ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയം എന്നുള്ളത് വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് സമയം അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പഠനത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിന്റെ ആ സമയം കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ദീർഘമായ സമയം, ദീർഘമായ മണിക്കൂറുകൾ അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ലഭിക്കുകയില്ല. കാരണം എന്താണ്? അത് ഈ ദുനിയാവിന്റെ ഒരുപാട് മോശമായ കാര്യത്തിലേക്ക്, മോശമായ തലങ്ങളിലേക്ക് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുകയാണ്. ഏത് രംഗങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ വിദ്യാർത്ഥികളുടെ ഒരുപാട് പങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ നാട്ടിലെ അധാർമിക രംഗത്ത്, ഈ നാട് ഇന്ന് അധാർമിക രംഗത്തേക്ക് ആഴ്ന്നു പോകുന്ന സമയത്ത് അധാർമികതയിൽ അതിന്റെ അടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് ഇന്ന് വിദ്യാർത്ഥി സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ബാധ്യത ഏറി വരികയാണ്, നമ്മുടെ ബാധ്യത കൂടിക്കൂടി വരികയാണ്. കാരണം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മേൽ, നമ്മുടെ ദേഹത്തേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂടെ, നമ്മുടെ ക്ലാസിൽ, അതേ രൂപത്തിൽ നമ്മുടെ കളിസ്ഥലത്ത് നമ്മൾ പങ്കെടുക്കുന്ന ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ നമ്മുടെ നാളെ പരലോകത്ത് നമുക്കെതിരിൽ വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ വരാനുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇല്ല അല്ലാഹ്, ഇല്ല, ഞങ്ങൾ ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ നമ്മുടെ സമയം ഈ ദാവത്തിന്റെ മേഖലയിൽ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ മണിക്കൂറുകൾ, നമ്മുടെ സെക്കൻഡുകൾ അത് ഈ അല്ലാഹുവിന്റെ മതം ഇത് ആളുകളിലേക്ക് എത്തിക്കുവാൻ, അത് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ പണിയെടുക്കേണ്ട ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ. നമുക്ക് ഒരുപാട് അസൈൻമെന്റുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് സെമിനാറിന്റെ വർക്കുകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്, നമ്മൾ ചെയ്യേണ്ടതുണ്ടായിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കേണ്ട ബാധ്യത കൂടി നമ്മൾ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചു വിളിക്കേണ്ടതുണ്ട്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ മരണശേഷം, മരണാനന്തര ലോകത്ത്, നാളെ പാരത്രിക ലോകത്ത് അവർ നമുക്കെതിരെ നമ്മുടെ ശത്രുക്കളായിക്കൊണ്ട് മാറുന്ന ഒരു അവസ്ഥ വരാനുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊരുപാട് ആയത്തുകൾ എന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അതേ രൂപത്തിൽ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ, ഉറ്റ ഫ്രണ്ട്സ്, അവർ തമ്മിൽ അടിച്ചു പിരിയുന്ന, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സംസാരം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? പടച്ചവനെ ഈ നിൽക്കുന്ന വ്യക്തി എന്റെ സുഹൃത്തായിരുന്നു. പടച്ചവനെ, ഈ സുഹൃത്തിനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് പരലോകത്ത് എനിക്ക് സ്വർഗ്ഗം ലഭിക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥ വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പാരത്രിക ലോകത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ സഹപ്രവർത്തകരിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നമ്മൾ നിറവേറ്റിയിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലൂടെ പഠിപ്പിച്ചല്ലോ,
7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ യൗവനത്തെ ചെലവഴിച്ച, തന്റെ യുവത്വത്തെ ചെലവഴിച്ചയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഫലം ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് അതിൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുന്നു, ആ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ യുവത്വത്തെ ചെലവഴിച്ച ആളുകളാണ്. സുഹൃത്തുക്കളെ, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ആരോഗ്യത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. തനിക്ക് ലഭിച്ച ആരോഗ്യം, ഇത് നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യമാണ്, അള്ളാഹുവിന്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് വിചാരിച്ചാലും ഏത് സ്ഥലത്ത് എത്തിപ്പെടണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആരുടെയും സഹായമില്ലാതെ എങ്ങനെയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല ആരോഗ്യം, ആ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം, അല്ലാഹുവേ, നിന്റെ ഈ മതം ഇത് പ്രചരിപ്പിക്കുവാൻ, ഇത് വിദ്യാർത്ഥി സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാൻ, അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന മോശമായ ചുറ്റുപാടുകളെ മാറ്റിത്തിരുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലാഹുവേ എന്ന് പറയുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ നമ്മൾ ഒരുപാട് സെക്കൻഡുകൾ ലഭിച്ചിട്ട്, ഒരുപാട് മാസങ്ങൾ ലഭിച്ചിട്ട്, ഒരുപാട് വർഷങ്ങൾ ലഭിച്ചിട്ട്, 10, 15, 20 വർഷം ലഭിച്ചിട്ട് നമ്മുടെ ഈ വിദ്യാർത്ഥി കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കാതെ, നമ്മൾ പണിയെടുക്കാതെ ജീവിക്കുകയും അവസാന സമയത്ത് നമ്മുടെ റൂഹ് നമ്മുടെ തൊണ്ടക്കുഴയിലേക്ക് എത്തുന്ന സമയത്ത് വിലപിക്കുന്നവരോ ആളുകളായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. ഇല്ല, വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, മരണമെന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അത് ആ മരണത്തിന് ആ മരണം ഒരിക്കലും പിന്നാക്കം പോവുകയോ ഒരിക്കലും അതിന്റെ അല്ലാഹു നിശ്ചയിച്ച കണക്കിന്റെ അപ്പുറത്തേക്ക് മുൻകടക്കുകയോ പിന്നിലേക്ക് വരികയോ ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആ മരണം നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് നല്ല ആളുകളായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് പൂർണ്ണമായ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ മുൻകുത്തരം നൽകി മടങ്ങിച്ചെല്ലേണ്ട ആളുകളാണ് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു കൃത്യമായി കൊണ്ട് കാണുന്നുണ്ട്, അല്ലാഹു കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് അധ്യാപനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വിശദീകരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. അതിന്റെ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠന സെഷനുകളിലൂടെ കേൾക്കാം, നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അങ്ങനെ അവസാനം നമ്മുടെ മരണം നന്നാക്കി തീർക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്, ചില സാരോപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായത്തിന്റെ സൂറത്തുൽ ലുഖ്മാന്റെ ഒരുപാട് 13 മുതൽ 12 മുതൽക്ക് ഇങ്ങനെ വരുന്ന ആയത്തുകളിലൂടെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഒരുപാട് ഉപദേശങ്ങൾ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങളിൽ ഒരു ഉപദേശം നമുക്ക് കാണാം. നീ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും, നീ ഏത് സ്ഥലത്ത് വെച്ച് എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അത് മോനെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മോനെ അള്ളാഹുവിന്റെ കോടതിയിൽ അത് കൊണ്ടുവരും മോനെ, അതിനെ ചോദ്യം ചെയ്യും മോനെ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ആ ഒരു ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പിതാവിന്റെ, നമ്മുടെ മാതാവിന്റെ മകനെന്നുള്ള നിലയ്ക്ക്
നമ്മൾ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഉപദേശം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, നമ്മുടെ സെൽഫോണിലൂടെ, നമ്മുടെ അതേ രൂപത്തിൽ നമ്മുടെ ലാപ്ടോപ്പിലൂടെ അങ്ങനെ തുടങ്ങി ഏത് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ കാണുന്ന ഏത് ദൃശ്യമാകട്ടെ, ഏത് കാര്യമാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനമാകട്ടെ, അത് അല്ലാഹുവിന്റെ കോടതിയിൽ മോനെ കൊണ്ടുവരുമെന്ന് ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം, ഏത് ചെറുതാകട്ടെ, ഏത് വലുതാകട്ടെ, ആ കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഉന്നതന്മാരായ മാലാഖമാർ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹു നാളെ പരലോകത്ത് വിചാരണയ്ക്ക് കൊണ്ടുവരപ്പെടുന്ന സമയത്ത് അത് കൊണ്ടുവരും. അങ്ങനെ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ വരാനുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, നമ്മുടെ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്റെ ഈ ഒരു അവസ്ഥ, അദ്ദേഹത്തിന് വേണ്ടി എന്റെ ഈ ഒരു സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിക്കൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സമയം നമുക്ക് ലഭിച്ച 1 മണിക്കൂറാകട്ടെ, അല്ലെങ്കിൽ 10 സെക്കൻഡാകട്ടെ, 5 സെക്കൻഡാകട്ടെ, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു സമയമായി നമ്മുടെ സമയത്ത് അല്ലാഹു മാറ്റുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചെറിയ മദ്രസ പ്രായത്തിലുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന കളിച്ചങ്ങാടൻ പ്രോഗ്രാം, അവരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് കളിച്ചങ്ങാടൻ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതേ രൂപത്തിൽ ബട്ടർഫ്ലൈസ് അവർക്ക് വേണ്ടി വേനലവധിക്കാലത്ത് നമ്മൾ MSMAR സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. അതേ രൂപത്തിൽ നമ്മൾ ആഴ്ചകളിൽ നടത്തിവരുന്ന CRE ക്ലാസുകൾ. സുഹൃത്തുക്കളെ, നമ്മുടെ മോർണിംഗ് സ്കൂളുകൾ 10-15 ദിവസം ഒരുപാട് നല്ല സെഷനുകളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ആഴ്ചകളിലുള്ള നമ്മുടെ CRE ക്ലാസുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥി തലമുറയ്ക്ക് ഒരു നല്ല ഭാവി കെട്ടിയുയർത്തി, നല്ല ഭാവി പടുത്തുയർത്താൻ ആ CRE ക്ലാസുകൾ നമുക്ക് വിനിയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ ആ CRE ക്ലാസുകളിലേക്കും അങ്ങനെയുള്ള നമ്മുടെ പഠന സംരംഭങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.